ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സിവിക്ക് ഡ്രൈവ് ചെയ്യണ, അതായത് റിയാക്ഷനും കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സിവിക്കിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രൈവ്, ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇടാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും സ്കിപ്പ് ആക്കണ്ട. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ്, ഇതുപോലത്തെ റിയാക്ഷൻസും കാര്യങ്ങളും ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകും. സോ നമ്മളിതേ ഓണന്തി വേണം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ വിയൂരെത്തി. നമ്മുടെ വിയൂര് ജയില് ഉണ്ടോ? വിയൂര് ജയില് കഴിഞ്ഞു. നമുക്ക് ഫ്ലൈറ്റ് ടൈം വന്നിട്ട് 6:20 നമുക്ക് ഫ്ലൈറ്റ് ടൈം. സോ അതിന് മുന്നേ നമ്മൾ എയർപോർട്ടിലെത്തണം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫ്യൂവൽ അടിക്കണുണ്ടോ? ഫ്യൂവലില്ല, ഫ്യൂവല് അടിക്കാനുണ്ട്. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് കേട്ടോ. ഒരു അർജൻറ്റായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഡ്രൈവായിട്ട് ഇങ്ങനെ പോകണമല്ലേ, സോളോ ആണ്. സോളോ ആയിട്ട് പോകുമ്പോൾ നൈസിൽ ബോറടിക്കാറുണ്ട്. അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി ഒരു വീഡിയോ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് വഴി നമ്മുടെ ബോറടി മാറും, സമയം പോകും. സെറ്റാണ്. ഡ്രൈവും എൻജോയ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിങ് ക്ലിയർ ആക്കിയിട്ടില്ല കേട്ടോ. സ്റ്റിയറിങ് ഇപ്പോഴും ആ ഒരു അളവിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇനിയിപ്പോൾ വീൽസ് ഇട്ടിട്ട് ക്ലിയർ ആക്കാന്ന് വെച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ അലൈൻമെൻറ്റ് ചെയ്ത പൈസ വെറുതെ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീൽസ് നോക്കുന്നുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് തൽക്കാലത്തിനിടാൻ വേണ്ടിയിട്ട്. നല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിടും കേട്ടോ. കാരണം സ്റ്റോക്ക് വീലിൽ ഓടുമ്പോൾ ഒരു ഗുമ്മ കിട്ടുന്നില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. നമ്മൾ AC എത്ര ഫുള്ളിലിട്ടിട്ടും കൂളങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. കുറയ്ക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ അപ്പം ചൂടുകളുള്ള ഫ്രണ്ടിൽ നിന്ന്. ഫ്രണ്ട് ഗ്ലാസ് അത്രയും ഹീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കൂളിംഗ് ഉണ്ടായിട്ടും ഹീറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രത്തോണ്ടുണ്ടെന്ന്. അപ്പോൾ ആ ബാക്കിലൊരു കോളീസ് വരുന്നുണ്ടല്ലോ. നല്ല രസമുണ്ട് വണ്ടി കാണാൻ വേണ്ടി. റൂഫ് ബോക്സ് ഒക്കെ കയറ്റിയിട്ട് സെറ്റ് സാധനം. അതിന് ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് നിൽക്കണില്ല. ഇപ്പോൾ നമുക്ക് ഫ്യൂവല് 95 കിട്ടണം. അതവിടെ ഉള്ളത് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് അടിക്കണം. NH കയറിയിട്ട് നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാം. കാരണം നല്ല അടിപൊളിയായിട്ട് പോകാമല്ലോ. മറ്റേത് ഇവിടെ ആകുമ്പോൾ ഭയങ്കര റഷല്ലേ, എളുപ്പമല്ല ഈ റൂട്ടിൽ കൂടെ ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ വണ്ടികൾ അങ്ങനെ ഇങ്ങനെ കയറലും ഇൻഡിക്കേറ്റർ തിരിയലും അതുപോലെ ബസ്സുകാരുടെ ഓരോ കാട്ടിക്കൂട്ടലുകളും ഒക്കെ ഉണ്ട്. കണക്കനെ അന്നും ഇന്നും നമ്മുടെ നാട് എന്നും അതുപോലെ സീന്. ഇപ്പോൾ നമുക്ക് പമ്പ് ഇവിടെ റൈറ്റ് സൈഡിൽ പമ്പുണ്ട്. 95 ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം, ആ നല്ലത്. അല്ലെങ്കിൽ പിന്നെ 95 കിട്ടണമെന്നുണ്ടെങ്കിൽ NH കയറേണ്ടി വരും. പിന്നെ ബുദ്ധിമുട്ടാവും. ചേട്ടൻ 95 2000. ആ
2000 അടിക്കുന്നുണ്ട്. അപ്പോൾ മീറ്റർ നോക്ക്, ഒറ്റ കട്ടുള്ളൂ, ചെറിയൊരു കട്ടുണ്ട്, 2000 അടിക്കുന്നുണ്ട്. ഇതേ മീറ്റർ കംപ്ലൈൻറ്റാ. അടിക്കുന്നുണ്ട് കേട്ടാ ചേട്ടൻ. വണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ബ്ലാക്ക് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കൂട്ടാ. വീൽസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നോട്ടത്തിൻ്റെ ഒരു കുറവില്ല. കണ്ട, കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ചു. ഇപ്പോൾ നമുക്ക് 2, 4, 6, 8, 9 കട്ടുണ്ട് കേട്ടോ നമുക്ക്. ഓക്കെ, അവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, വണ്ടികളിലെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് നിർത്തി തരില്ല ആരോ. അതാ ഒന്ന് സ്ലോ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ നാട്ടിൽ ഈ ബ്ലോക്ക്, മെയിനായിട്ടുള്ള കുത്തു ബ്ലോക്കൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. 2 സെക്കൻഡ് ആരും നിർത്തില്ല, എല്ലാവർക്കും തിരക്കാ. 2 സെക്കൻഡ് നിർത്തിയെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോകില്ല, എന്നാലും നിർത്തില്ല. സീനന്നെ. മേടിച്ചു. സോ നമ്മളിത് മെയിൻ റോഡ് കയറിയിട്ടുണ്ട്, പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഈ NH കയറാൻ വേണ്ടിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം ടൈം പിടിച്ചിട്ടാ. അത്രയും തിരക്കാണ്, ഭ്രാന്താവും. വണ്ടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ, ജസ്റ്റ് ഒരു 20 മിനിറ്റൊക്കെ മതിയായിരിക്കും. ഈ തിരക്ക് കാരണം ഇത്രയും ടൈം വെറുതെ പോയി. നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഇറങ്ങണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട് പല ഭാഗത്തും. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഇറങ്ങിയാലാണ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിനെ അനുസരിച്ച് വരിക. അപ്പോൾ ഈ പാലം തന്നെ, ഈ പാലം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ പോലീസ് ജീപ്പുള്ളത് കാണാം, ചെക്കിങ് ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഓൾറെഡി ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ലോറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഞാൻ പോണത്, ഈ ട്രാക്കിൽ കൂടെ പോകണം, റൈറ്റ് സൈഡിൽ. ഈ ട്രാക്കിൽ കൂടെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഒരു 90-95 സ്പീഡിലാണ് പോണത്. നോർമലി ഇവിടെ 80 പാടുള്ളൂ. അപ്പോൾ 15 വ്യത്യാസമുണ്ട്. കാരണം മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് അറിയില്ല, കയറി പോവും. അങ്ങനെ വന്ന് ഇപ്പുറത്ത് ചെക്കിങ് നടക്കുന്നുണ്ട്. ഞാൻ ഐസിൽ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയി കുറച്ചെണ്ണം എത്തിയേക്കുമ്പോണ്ട് ഇവിടെ ഈ ആരോൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ ഈ ആരോൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൽ തന്നെ ഈ സൈഡിൽ മറ്റേ സ്പീഡ് ക്യാമറ വെച്ചിട്ട് 2 പോലീസുകാരിങ്ങനെ നിൽക്കണു. എന്നിട്ട് അവരിങ്ങനെ ചിരിക്കുക, ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ. അപ്പം ഇതിൻ്റെ സ്പീഡ് 95 ആണല്ലോ. അപ്പോൾ അവരെ ക്യാമറയിൽ കിട്ടിയിട്ട് അവരിങ്ങനെ ചിരിക്കുക. അപ്പോൾ ആ ഒരു ഓവർ സ്പീഡ് കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുണ്ട് ഫൈന്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഫാസ്റ്റാഗ് ഇല്ല വണ്ടിയിൽ. ഫാസ്റ്റാഗ് നമ്മൾ അന്ന് ഉണ്ടായിരുന്നത് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ എടുക്കാൻ നമുക്ക് ടൈമില്ല, നമുക്ക് പിന്നീട് എങ്ങാനും എടുക്കാം. കാരണം ചെറിയ എന്തെങ്കിലും ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ആവും. ഇനിയിപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ പോണ വഴിക്ക് അവിടെ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ടോള് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അതായത് 90 നോർമലി ഫാസ്റ്റാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ 90 പോവുള്ളൂ. ഇതിപ്പോൾ ടാഗ് ഇല്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 180 വരും, ഡബിൾ വരും. അങ്ങോട്ട് ആൾക്കാരനെ അങ്ങോട്ട് കൊല്ലന്നെ, വേറെ ഒന്നുമല്ല. എന്നിട്ട് റോഡാണെന്നുണ്ടെങ്കിൽ പഞ്ചർ ഒട്ടിച്ച പോലെ, കണ്ട പഞ്ചർ ഒട്ടിച്ച പോലെ ഒരു കംഫർട്ടും കാര്യങ്ങളും ഒന്നുമില്ല റോഡിൽ. നമുക്ക് കുറച്ച് പോവും, പിന്നെ പഞ്ചർ ഒട്ടിച്ച പോലെ ഒന്ന് ചാടും. അതുപോലെ
കുറേശ്ശെ അങ്ങനെ പഞ്ചർ ഒട്ടിച്ചൊട്ടിച്ച് പോയേക്കുക. എന്നാലും നമ്മളത് കൊടുക്കണം, അതാണ് നിയമം. പിന്നെ അവിടെ ടോളിൽ നമുക്ക് വേറെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അവരും പാലിക്കാറില്ല, ആരും പാലിക്കാറില്ല. ഇത്ര വണ്ടികളായി കഴിഞ്ഞാൽ ഇത്ര വണ്ടികൾ വിടണം, ഇത്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എത്ര വിടണം എന്നൊക്കെ ഉള്ള ഒരു നിയമമൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ ആരും നോക്കണം. റെഡ് അടിപൊളി. ആ പോയി ആ പോക്കിൽ അവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നന്നാവും. അങ്ങനൊക്കെ പോകുമ്പോൾ ശരിക്കും നോക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. സോ ഗായ്സ്, നമ്മൾ ഒരൊറ്റ നിമിഷത്തിൻ്റെ പുറത്ത് നമ്മൾ പ്ലാനൊക്കെ മാറ്റി. കാരണം നമുക്ക് ഫ്ലൈറ്റ് ഏകദേശം 6 സംതിങ്ങിനായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി. സോ അതുകൊണ്ട് ഹോക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിതേ ടോളിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാസ്റ്റ് ടാഗ് എടുക്കാം. എന്തായാലും എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, കാരണം ബാംഗ്ലൂരിൽ നിന്ന് ആൾ വരുന്നുണ്ട്. അവനെടുത്തിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ടാഗിൻ്റെ കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. എടാ മറ്റേ ഇത് വേണോ, RC ബുക്ക് വേണോ? ആ ലൈസൻസ് തരാം. ആ കാണാറുണ്ടാ? താങ്ക്സ് ബ്രോ. പേരെന്താ? റെക്കോർഡിംഗ് ആണ്. ജെൻസൺ. അടിപൊളി. ലൈസൻസ് മതിയാ? ലൈസൻസ് മതിയില്ലേ? ചെക്കൻ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. ജെൻസൺ അടിപൊളി. നമ്മൾ ബാലൻസും 200 ഡെപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ. 900 നമുക്ക് 300 ബാലൻസ് ഉണ്ടാവും, 200 ഡെപ്പോസിറ്റ് ഉണ്ടാവും. നമുക്ക് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 500 സ്കീമൊക്കെ മാറിയപ്പോ 700 ആയാ? അതല്ലേ, 900 ഉണ്ടാവും. കുറച്ചായി. 100 ഉണ്ടാവുള്ളൂ. 200 ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യണം. മറ്റൊന്ന് കീപ്പ് ചെയ്യണ്ട, ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 900 ചെയ്തോ? അങ്ങനെ ആയിക്കോട്ടെ. റൂളൊക്കെ ആകെ മാറി. ആദ്യം 500 ആയിരുന്നു. ഇത് മറ്റേ റെഡ് സിവിക്കാ, കളർ മാറ്റിയതാ. ആ പണിതോണ്ടിരിക്കുക. ഇനിയിപ്പോ വീൽസ് ഒക്കെ ഇടണം, വേറെ കുറച്ച് പണികളുണ്ട്, ഒക്കെ കാണും. ഗൂഗിൾ പേ അമൗണ്ട് ഞാൻ മറ്റേ ഇത് ബാങ്ക് അക്കൗണ്ട് ത്രൂ സ്കാനർ തന്നാ മതി. ഫസ്റ്റ് 500 ബാലൻസ്. ഓക്കെ, ഒന്നില്ലേ? ഹലോ ബ്രോ. അറിയോ? നിങ്ങളുടെ വീഡിയോ കാണാം. ഓ താങ്ക്സ് ബ്രോ. പേരെന്താ? ജയ്ദേവ്. അടിപൊളി. എവിടെ വീട്? ഇവിടെ കോട്ടയത്താ. ആണോ? ഈ മറ്റേ സെയിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ഞാൻ എന്റെ നാട് ഇവിടെ തൃശ്ശൂർ, വടക്കാഞ്ചേരി. ഞാൻ എറണാകുളം പോവാ. യെസ്, അത് സ്റ്റോക്ക് കിട്ടും. ഇനിയിപ്പോ വീൽസ് എടുക്കണം, പുതിയ എടുക്കണം. മറ്റേ വീൽസ് എഡ്ജ് വിടുക, അപ്പൊ പിന്നെ അത് ഒഴിവാക്കി. യെസ്, ഇനി വർക്ക് ഉണ്ട്. നമ്മൾ വീഡിയോസിൽ പറഞ്ഞ പോലെ വർക്കുകൾ വരുന്നുണ്ട്, വഴിയുണ്ടാവും. ഓ അതിനെന്താ, ഒട്ടിക്കണ്ട, ഒട്ടിക്കാതിരിക്കാൻ നല്ലത്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പിടിച്ചോണ്ട്. ഇത് ഇതിന്റെയാണ് IDFC അല്ലേ? സെറ്റ്. ഇപ്പൊ അതിൽ ബാലൻസ് എത്ര ഉണ്ടാവും? 300 യൂസ് ചെയ്യാൻ ബാലൻസ് ഉണ്ടാവും. ഉണ്ടാവും. 300 യൂസ് ചെയ്യാൻ ഡെപ്പോസിറ്റ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റീചാർജ് ചെയ്യണം. ശരി ഡൺ. സ്കാനർ വരുമോ? നോ സീൻ. ഇതിലെടുത്തോ, എന്നിട്ട് ഈ അയച്ചോ? നമ്മളിതേ റീചാർജ് ചെയ്തു, ഫാസ്റ്റാഗ് കൊടുത്തു, റീചാർജ് ചെയ്തു, സെറ്റായി.
അല്ലെങ്കിൽ വെറുതെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ എല്ലാവർക്ക്? ആ 150 ഞാൻ തന്നെ. താങ്ക്സ്. ശരിട്ടാ, കാണാട്ടാ. താങ്ക് യു ബ്രോ. അപ്പോൾ നമ്മൾ ഫാസ്ടാഗ് എടുത്തു, അത് സെറ്റായി. ഇനിയിപ്പോൾ വെറുതെ എക്സ്ട്രാ അവർക്ക് കൊടുക്കണ്ടല്ലോ, ഏതായാലും നമുക്ക് ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം. പിള്ളേർ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, ചെക്കനും കാണാറുണ്ട്. പിന്നെ അവിടെ കോട്ടയത്തു നിന്ന് മറ്റേ ബാൻഡ് ഡോസിൽ മറ്റേ സെയിലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ അവനും അങ്ങനെ കണ്ടിട്ട് വന്നു. അപ്പോൾ അവനും വന്ന് കണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്തു. നമുക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ തിരിച്ചറിയാം. കാരണം വണ്ടി കണ്ടിട്ടാണ് പുള്ളി വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നതും ആ ഫോട്ടോ എടുത്തതും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നവരറിയണവരാരുണ്ടെന്നുണ്ടെങ്കിൽ വന്നൊന്ന് സംസാരിക്കുക. ഓക്കെ, സുസു വന്നൊന്ന് സംസാരിക്കുക. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, കാരണം നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ ഭാഗത്തുള്ളവർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. സുസു വീല് നൈസിൽ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, റൂഫ് ബോക്സും വെച്ചിട്ടുണ്ട്. നല്ല രസം കേട്ടോ വണ്ടി, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ടോളിൽ ആസ് യൂഷ്വൽ ടോളിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ എന്ന് വന്നു കഴിഞ്ഞാലും വെയിറ്റിംഗ് ആണ്. എന്താ ചെയ്യുക, ഫാസ്ടാഗ് വെറുതെ എടുത്ത്. ഫാസ്ടാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി എടുത്തിട്ട് പെട്ടെന്ന് പോവാനുള്ളതാണ്. ഇതിങ്ങനെ നിൽക്കണം, വല്ലാത്തൊരവസ്ഥ തന്നെ. വീൽസ് ഒരു വല്ലാത്തൊരു കുറവ് തന്നെയാണ് കേട്ടോ. വീൽസ് ഇട്ടേ പറ്റൂ, അല്ലാതെ ശരിയാവില്ല. കാരണം വീൽസ് ഇല്ലാതെ തന്നെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ആ വണ്ടിയിൽ നോക്ക് i20 ഇരുന്നിട്ട്. അപ്പോൾ വീൽസ് ഇല്ലാതെ തന്നെ കണ്ട അത്യാവശ്യം നോട്ടം കിട്ടുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ വീൽസ് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഫാസ്റ്റാഗ് ഇങ്ങനെ പിടിക്കാം. ഒട്ടിച്ചിട്ടില്ല ഞാൻ, കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അലമ്പാവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടിക്കാൻ നിന്നില്ല കേട്ടോ. ഒരു ഹമ്പുണ്ട്, ഹമ്പ് യെസ്. ഹമ്പ് കണ്ടപ്പോൾ നൈസിലൊന്ന് പൊക്കിയതാണ് കേട്ടോ. അതാണ് കംപ്രസർ ഓൺ ആയത്. കാരണം നല്ല താഴ്ന്നിട്ട് എടുക്കണ്ടായിരുന്നു. ഒരുവിധമുള്ള ആൾക്കാരൊക്കെ വണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഈ ബ്ലാക്കിൽ നമുക്കാകെ കുറവ് വീൽസ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നോട്ടം വീഴും. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ എറണാകുളം പിടിക്കുക. എറണാകുളത്ത് നമ്മുടെ പിള്ളേരുണ്ട്. ഞാൻ വന്നിട്ട് ദുബായ് പോയി വന്നിട്ട് ആരെയും കണ്ടിട്ടൊന്നുമില്ല. അവന്മാരെ കണ്ടിട്ട് വരുമ്പോഴത്തേനും നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട സമയമാവും. ഓക്കെ, നേരെ എറണാകുളം പിടിക്കാം. ആ ഫ്രണ്ടിൽ പോകണ സ്വിഫ്റ്റിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ചെക്കന്മാരാവുന്നു. അവർ പുറത്തേക്ക് കൈയിട്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വേണ്ട സി കാണാണ്ട. സെറ്റ്. നമ്മൾ ആക്ച്വലി അങ്കമാലിയൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ നേരെ എറണാകുളത്തേക്ക് പോകണത്. ഏതായാലും നമുക്ക് 4-5 മണിക്കൂറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് എറണാകുളത്ത് ഈ പിള്ളേരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചു. ഫൈനലി കാശ് നമ്മളിത് എറണാകുളത്തെത്തി. നമ്മൾ ആലുവ കഴിഞ്ഞ് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഇടപ്പള്ളിക്കാണ്. കഴിഞ്ഞ് കാക്കനാട് പോകണം. നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് കാണണം. കുറേ എന്താ പറയുക 2-3 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് എറണാകുളത്തേക്ക്. ഒന്നാ ഡോഡ്ജ് നമ്മൾ പിള്ളേർ ജമ്മുവിലൊക്കെ ഡോഡ്ജ് ഇറക്കിയ ടൈമിൽ വന്നിട്ടുള്ള നമ്മുടെ ചെമ്മുക്ക് ഇറക്കിയില്ലേ, നാച്ചും. അപ്പോൾ ആ ഒരു ടൈമിൽ
വന്നതാണ് എറണാകുളത്തേക്ക്, പിന്നെ വന്നിട്ടില്ല. സോ ഒരുപാടായി വന്നിട്ട്. പണ്ട് സുനൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമായിരുന്നു, കാരണം എന്ന് ഞങ്ങൾ എറണാകുളത്ത് തന്നെ ഉണ്ടാവും. പോയിക്കോട്ടാ, എന്ന് ഞങ്ങൾ എറണാകുളത്തുണ്ടാവും. സുനു, അതുപോലെ ഷിബി, പിന്നെ നിജീഷ്, ഞങ്ങൾ വണ്ടിയുള്ള ടൈമിൽ. ഞാനൊരു 4 കൊല്ലം ഉണ്ടാവും. 4 കൊല്ലം മുന്നേ ഞാൻ ഈ കോളേജിൽ ഷോക്ക് വന്നിട്ടുണ്ട്. 4 കൊല്ലം പോരാ തോന്നുന്നു. ഇതിൽ പോളിടെക്നിക് കോളേജ് കളമശ്ശേരി. അന്ന് ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 4 കൊല്ലം മുന്നേ തോന്നുന്നു. അന്ന് ഞാൻ മനുവിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, മനുവിൻ്റെ സിവിക്ക്. ഞാൻ എടുത്തിട്ട് വന്നത്, മനു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ സിവിക്ക് എടുത്തിട്ട് വന്നത്. ഞാൻ, റാഷി, പിന്നെ ബാബ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ റാഷി നൗഫലിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെസ്മൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഷോ ആയിരുന്നു. ഗുഡ് ബ്രോ. ചെക്കൻ കയറി പോകാൻ വേണ്ടിയിട്ട് സിഗ്നൽ വന്നിട്ടോ. അപ്പം നമ്മൾ നേരെ കാക്കനാട പോകും കേട്ടോ. റോഡ് കോൺക്രീറ്റ് റോഡാണ്, ഭയങ്കര ഹാർഡാണ് കേട്ടോ. കോൺക്രീറ്റ് റോഡ് സംഭവം, കോൺക്രീറ്റ് റോഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല, പക്ഷേ ഭയങ്കര ഹാർഡായിരിക്കും. ഡ്രൈവ് ചെയ്യാനൊന്നൊരു കംഫർട്ട് ഉണ്ടാവില്ല. കൂടുതൽ നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ചെയ്യണത് തന്നെ. പക്ഷെ കംഫർട്ടിൻ്റെ പ്രശ്നം, ഭയങ്കര ഹാർഡായിരിക്കും, തീരെ കംഫർട്ട് ഉണ്ടാവില്ല. നമ്മൾ ലോവർ ചെയ്ത വണ്ടി അല്ലെങ്കിൽ മറ്റേ എയറിൽ വണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ചാട്ടം ചാടും. ഏത് നോർമൽ വണ്ടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു വേണ്ട, റോട്ടിലേക്ക് കയറി വെക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ, നല്ല വ്യത്യാസം വന്നു. ഒട്ടേക്കാൻ വേറെ തന്നെ ഒരു ഫീൽ തന്നെ ഉണ്ടാ. ചെറിയ പൊട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അറത്തിൽ അങ്ങനെ പൊട്ടിക്കണില്ല, ചെറുത്. പിന്നെ അത് കട്ട വിരിക്കുകയും ചെയ്യും, സിക്സാക്ക്. ഓ, നിങ്ങൾ എഡ്ജൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം വണ്ടി അത്രയും താഴ്ന്നര എടുക്കണോ, 36 എടുക്കുന്നത് ബാക്ക്, ഫ്രണ്ട് 40 ഓരോ ഇതിലൊക്കെ എടുക്കണം. കാരണം നമ്മൾ നോർമലി ഹൈറ്റ് വെച്ച് ഓടിക്കണത് എന്ന് പറയുമ്പോൾ ഏകദേശം 60-62 ആണ്. അതിൽ നിന്നൊരു 30 PSI കുറവ്. അപ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ എനിക്ക് അത്രയും താഴ്ന്നിട്ടാണ് എടുക്കണതെന്ന്. ഇപ്പോൾ വേറെ വീലിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വേറെ വീലിടുമ്പോൾ നല്ല ഉള്ളിൽ എടുക്കണ വീലിടണം. അതായത് ഫുള്ള് ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചാടിച്ച് ഇങ്ങനെ അടിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മൂടാക്കണം. എല്ലാ പരിപാടിയിലാണ് കേട്ടോ. ആണ് 4 ആൾ ശ്രദ്ധിക്കുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ അടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ഫ്രണ്ട് സ്കേർട്ട് ഇടണം, അപ്പോൾ സെറ്റാവും. അങ്ങനെ ഓരോ എഡ്ജൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. സീന് ബാക്കിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇരിക്കണതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസായിട്ടിരിക്കുന്നത്, എന്താണെന്നറിയില്ല, സൗണ്ട് വരുന്നുണ്ട്. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും ഇവിടെയൊക്കെ. കാരണം സൺഡേ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഫുള്ള് ആൾക്കാരും തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. മെയിനായിട്ട് വെള്ളി ശനി ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു സമയത്ത്. അച്ഛൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട്
ജീറോ വെക്കണ്. പണ്ടല്ല, ഒരു 2-3 കൊല്ലം മുന്നേ ഇവിടുന്ന് ഞങ്ങൾ RTO ഓടിച്ചിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ RTO നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് യൂട്ടേൺ അടിച്ചിട്ട് വന്നതാണ്. ഡോഡ്ജിലായിരുന്നു, സുനുവിൻ്റെ ഡോഡ്ജിൽ ഞാൻ ഓടിച്ചായിരുന്നു. അങ്ങനെ സാറ് കൈ കാണിച്ച് ഇറങ്ങി ചെന്ന പാട് സാറ് പറഞ്ഞു, അന്ന് ഞാൻ അവിടെ കണ്ടുള്ളൂ ചോദിച്ചിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എവിടെ കണ്ടിക്കണ ചോദിച്ചു. നീയല്ലേ മറ്റേ കഴിഞ്ഞ ആഴ്ച മറ്റേ GTR ആയിട്ട് ആ എടപ്പള്ളി മറ്റേ നിന്നായിരുന്നു ചോദിച്ചു. അപ്പം അന്ന് ആ ഒരാഴ്ച മുന്നേ നമ്മുടെ തലാൽ മഹ്മൂദ് ഉണ്ടല്ലോ, ആ വൈറ്റ് GTR ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇറങ്ങിയിട്ട് മറ്റേ എടപ്പള്ളി പിടിച്ചിട്ട് വൻ വിഷയമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയായിരുന്നില്ലേ. എടപ്പള്ളിയിൽ നിന്ന് അന്ന് പിടിച്ചപ്പോൾ ഈ സാറുണ്ടായിരുന്നു അവിടെ. അതൊന്നും ഉണ്ടായില്ല. അത് വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് അവർ ചവിട്ടി, എന്നിട്ട് പേപ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ എടുത്തു. അത് എന്താ പറയുക, ഭയങ്കര സംഭവമായി അത് അന്ന് തന്നെ. അപ്പം അന്ന് ആ സാറുണ്ടായിരുന്നു അവിടെ. ആ സാറ് തന്നെയാണ് ഇവിടെ പിടിച്ചിട്ടും എന്താ പറയുക നമ്മൾ സംസാരിച്ചത് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സാറ് പറയാ, അതേ പിള്ളേർ നോക്കണോക്കെ സീന്. അന്ന് സാറ് പറയാ, എനക്ക് തന്നെയാണ് പണിയത്. വണ്ടി താഴ്ത്തി കണക്കുമ്പോൾ നമ്മൾ ഹമ്പും അതുപോലെ ഈ കുഴികളൊക്കെ നമ്മളെടുത്ത് മെല്ലെ എടുത്ത് ചാടിച്ചിട്ട് കൊണ്ടു നടക്കണം. അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അത് ഫ്രണ്ടിൽ ഇതേ ഒരു സ്റ്റോക്ക് ബ്ലാക്ക് സിവിക്ക് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, നമ്മളെ കണ്ണാടിയിൽ നമ്മുടെ വണ്ടി നോക്ക്, മാഷാ എന്ത് രസമാണ്. വീലില്ലാത്തതിൻ്റെ കുറവ് ശരിക്കുണ്ട് കേട്ടോ. അത് ഇത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ. ഈ വീലില്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വണ്ടി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഫുള്ള് വൃത്തിയാവണം, ഫുള്ള് ക്ലീനായിട്ട് ഇങ്ങനെ നല്ല കലക്കനായിട്ട് നടക്കണം. അങ്ങനെ നമ്മൾ സാധാരണ കൊണ്ടുനടക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ അർജൻറ്റായതിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. അങ്ങനെ വീലൊരു വല്ലാത്തൊരു കുറവ് തന്നെയാണ്. കുറച്ചൊന്നല്ല, ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയല്ലോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഇതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വന്നിട്ട് എന്തല്ലേ ആകെ മാറി. ഇങ്ങനത്തെ ചൊവ്വല്ലാതെ റോട്ടിൽ കയറി കഴിഞ്ഞാൽ ആകെ ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ വണ്ടിക്ക്. എന്താ പറയുക, ആകെ സീന. അതെ, ഹമ്പെത്തിട്ടാ. ഓ, എന്ത് സുഖത്തിലാവൻ ചാടി പോണ നോക്കി. ഭാഗ്യവാൻ. നമുക്ക് ഹമ്പ് മെല്ലെ അടിക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തട്ടും. തട്ടിട്ടാ ചെറിയൊരു ഇറച്ചിൽ വന്ന അവിടെ. സംഭവം പൊക്കാനുണ്ടായിട്ട് പൊക്കാത്തത് വേറെ ഒന്നല്ല, അങ്ങനെ ശീലിച്ചു പോയി, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അല്ലാതെ വേറെ ഒന്നുമല്ല, അങ്ങനെ കൊണ്ടു നടന്നിട്ട് ശീലമായിപ്പോയി. ഇതെന്തായാലും തട്ടും, നല്ല രീതിയിൽ തട്ടും. ആടാ പറഞ്ഞിട്ടാണ് ചാടുന്നത്. അപ്പത്തിന് ഒരു 2 സെക്കൻഡ് ആകുമ്പോ ഇങ്ങനെ ചാടിക്കാൻ നിന്നിട്ടുള്ളൂ. അപ്പത്തിന് ഹോണടി ബാക്കിൽ. ഇതേ പറഞ്ഞ ആൾക്കാർക്ക് ക്ഷമയില്ല. ഒരു 2 സെക്കൻഡ് 1, 2 എന്ന് പറയണ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ബാക്കിൽ നിന്ന് ഹോണടി വന്നത്. പക്ഷെ എന്താ ചെയ്യാലേ. അടുത്തത് എൻ്റെ പൊന്നേട്ടത് വണ്ടി നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വണ്ടി വരുന്നില്ല നോക്കിയിട്ട് വേണം കടത്താൻ വേണ്ടിയിട്ട്. എന്താണ് ഏട്ടാ, ഓരോ മിനിറ്റിനാണല്ലോ ഹോണടി. ഇത്രയും തിരക്കുള്ള ആൾക്കാരാ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. തിരക്കുള്ളവർക്ക് പോട്ടെ. സീന് അങ്ങോട്ട് കടത്തണമെന്നുണ്ടെങ്കിൽ ചേച്ചി കയറ്റണ്ടായിരുന്നു. ചേച്ചിനെ കയറ്റാം, നമുക്ക് എന്തിൻ്റെ കുറവാ. അയ്യോ, ഇപ്പം ജിറവുണ്ടല്ലോ. സീന് സാധനം കേട്ടോ, മാഷാ അല്ലാ.
ലൊക്കേഷനിൽ എൻ്ററായി. പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി നോക്കിയിട്ട്. നമുക്ക് ഗസ്റ്റ് പാർക്കിംഗ് ഉണ്ട്. ഗസ്റ്റ് പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത് കേട്ടോ, പൂളിൻ്റെ അടുത്ത്. പൂളാണ് കാണുന്നത്. സെറ്റ്. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. നമുക്ക് അടുത്ത വീഡിയോ കാണാം.